കേരള സർവകലാശാല വിഷയത്തിൽ വിസിക്കും രജിസ്ട്രാർക്കും വാശിയെന്ന് ഹൈക്കോടതി. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വിസിക്ക് അധികാരമുണ്ടോ എന്ന് വ്യക്തമാക്കണം. സിൻഡിക്കേറ്റിന് മുകളിലാണോ വിസി എന്നും ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, ഈ വിവാദം ഉയർന്ന ഘട്ടം മുതൽ കേൾക്കുന്നതാണ്. ആർക്കാണ് യഥാർത്ഥത്തിൽ പവർ, വിസിക്കാണോ സിൻഡിക്കേറ്റിനാണോ എന്നതിങ്ങനെ പല വിധത്തിൽ ചർച്ചകൾ നടക്കുന്നതാണ്. രണ്ടുപേരും അവരവരുടെ വാദം വിശദീകരിക്കാൻ ചില ചട്ടങ്ങൾ എടുത്തുകാട്ടുകയും ചെയ്തു. ഇപ്പോൾ കോടതിയും ഇക്കാര്യങ്ങൾ ചോദിക്കുകയാണോ? എന്താണ് ഇന്ന് കോടതിയിൽ നടന്നത്? ദിവിഷ, കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ കോടതി നേരത്തെ മുതൽ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ആദ്യ ദിവസം ഇത് എലിയും പൂച്ചയും കളിയാണോ എന്നതായിരുന്നു കോടതി ചോദിച്ചത്. ഇപ്പോൾ രണ്ടു കൂട്ടർക്കും വാശിയാണ് എന്ന് കോടതി പറയുകയാണ്. അതോടൊപ്പം തന്നെ കോടതി എടുത്തു ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് കേരള സർവകലാശാല ചട്ടപ്രകാരം സിൻഡിക്കേറ്റിനാണ് പരമാധികാരമുള്ളത്. അതുകൊണ്ട് വൈസ് ചാൻസലർക്ക് ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ നിയമപരമായ അവകാശമുണ്ടോ ഇല്ലയോ എന്നതാണ് കോടതിക്ക് അറിയേണ്ടത്. അക്കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് ഇപ്പോൾ വിസി മോഹൻ കുന്നുമ്മലിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. രേഖാമൂലം വിശദീകരണം നൽകാൻ തയ്യാറാണ് എന്ന് വിസി അറിയിച്ചതിനെ തുടർന്നാണ് ആ സമയം അനുവദിച്ചിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇന്ന് ഒരുപക്ഷെ ഈ വിസിയുടെ നടപടി സ്റ്റേയിലേക്ക് പോലും കോടതി പോയേനെ. ആ രീതിയിലാണ് കോടതി മുന്നോട്ട് പോകുന്നത്. അതായത് സിൻഡിക്കേറ്റിന് മുകളിലാണോ വിസി എന്ന ചോദ്യം കൂടി ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. എന്തായാലും തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രജിസ്ട്രാർ അനിൽകുമാർ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. അടുത്ത ബുധനാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ശരി.